ഹലോ നമസ്കാരം. ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മളെങ്ങനെ ഡാറ്റാബേസിലേക്ക് ഡാറ്റ ആഡ് ചെയ്യാമെന്നും അതെങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ കൊടുത്ത ഡാറ്റാബേസിൽ അല്ലെങ്കിൽ മോഡലിൽ ഒരു ഡാറ്റാസ് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ പൈത്തൺ സെല്ല് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ ഡാറ്റാബേസ്, അതായത് നമ്മുടെ ജാങ്കോ പ്രൊജക്റ്റ് സെല്ലിൽ, അതായത് നമുക്ക് കൺസോളിൽ റീഡ് ചെയ്യിപ്പിക്കാനോ റൺ ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പൈത്തൺ സെല്ല് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്തു. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കൊടുത്ത ആ മോഡൽ നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഫ്രം, അതിനുശേഷം നമ്മൾ ആപ്പിൻ്റെ പേര് എന്നുള്ളത് സ്റ്റുഡൻറ്റ് എന്നാണ്. എന്നിട്ട് ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മോഡലിൻ്റെ പേരായ സ്റ്റുഡൻറ്റ് എന്നുള്ളത് നമ്മളിവിടുന്ന് ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്തെടുത്തു. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ എക്സ് എന്നുള്ള വേരിയബിളിലേക്ക് ഈ സ്റ്റുഡൻറ്റ് എന്നുള്ള മോഡലത്തെ ഒരു വാല്യൂ, എക്സാമ്പിൾ നമുക്ക് രണ്ടാമത്തെ വാല്യൂ അല്ലെങ്കിൽ മൂന്നാമത്തെ വാല്യൂ എന്ത് ചെയ്യാം, അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് എക്സ് ഈക്വൽ ടു, അതിനുശേഷം നമ്മളെ മോഡലിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ്, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്ട്സ്, അതിനുശേഷം നമ്മളിവിടെ വന്ന് ആൾ എന്ന് ചേർത്തു. എന്നിട്ട് മൂന്നാമത്തെ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഇൻഡെക്സ് കൊടുക്കുക. അപ്പോൾ മൂന്നാമത്തെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് 2 എന്ന ഇൻഡെക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, സ്റ്റുഡൻറ്റ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ എക്സ് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റുഡൻറ്റ് എന്നുള്ള മോഡലിലെ രണ്ടാമത്തെ ഡാറ്റാസ് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ രണ്ടാമത്തെ ഡാറ്റയിലെ ഫസ്റ്റ് നെയിം ഏതാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ എക്സ് ഡോട്ട് ഫസ്റ്റ് നെയിം എന്ന് ചേർത്ത് കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ അതിലെ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് രാജീവാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റാസ് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എക്സ് ഡോട്ട് ഡിലീറ്റ് എന്ന കീവേഡ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വന്ന് ഡിലീറ്റ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ അതിൽ ആ ഡാറ്റാസ്, അതായത് സ്റ്റുഡൻറ്റ്, ഇതിലെ ഒരു ഡാറ്റാസ് നമുക്കിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റാസ് ഒന്നുകൂടി നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അതിൽ ആ ഡാറ്റാസ്, ആ രാജീവ് എന്നുള്ള പേര് ഇതിന്ന് ഡിലീറ്റ് ആയോ രാജീവ് എന്നുള്ള ഭാഗം നമുക്കിതിന് ഡിലീറ്റ് ആയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഡാറ്റാസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് ആദ്യം നമ്മളെ മോഡലിൻ്റെ പേരെന്താണോ അത് ചേർത്ത് കൊടുക്കുക, സ്റ്റുഡൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒബ്ജക്ട്സ് എന്ന് ചേർത്തു, അതിനുശേഷം ഓൾ എന്ന് ചേർത്ത് കൊടുത്തു. ഇനി മുഴുവൻ വാല്യൂസ് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാണ്, ജസ്റ്റ് വാല്യൂസ് എന്ന് ചേർത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചു. അപ്പോൾ ഇതിൽ നമുക്ക് ആ കൊടുത്ത എക്സാമ്പിൾ രാജീവ് എന്നുള്ള വാല്യൂ ഇതിന്നിപ്പോൾ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മളെ മോഡലിൻ്റെ ഉള്ളിൽ നിന്നൊരു വാല്യൂ നമുക്ക് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.